പ്രാവശ്യം ഞാൻ വരട്ടെ, എൻ്റെ മനസ്സിലുള്ള ഒരു പദ്ധതി കൂടി പാലാത്തു നിന്ന് വന്ന് ഈ റോഡ് അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. നമസ്കാരം. കേരള വിഷന്റെ സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ എന്നോടൊപ്പമുള്ളത് തിരൂരിലെ LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാനാണ്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം എങ്ങനെ പ്രചാരണങ്ങളടക്കം മുന്നോട്ട് പോകുന്നുവെന്ന്. താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വരികയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു റെസ്പോൺസ് ഒക്കെ? ഇവിടെ നമ്മുടെ സ്വന്തം നാടല്ലേ, ഒരു കുഴപ്പമില്ല. നമ്മൾ വലിയ ഭൂരിപക്ഷത്തിന് ഇവിടുന്ന് ജയിക്കും. അതാണ് ജനങ്ങളുടെ തീരുമാനം. മറ്റുള്ള കാര്യം പ്രചരണ പരിപാടികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നു. 2 റൗണ്ട് പൂർത്തിയായി, 3-ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ കായിക മന്ത്രി എന്ന നിലയിൽ ചെയ്ത കാര്യങ്ങൾ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ടോ? എങ്ങനെയാണ്? കായിക കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത നിരവധി പുതിയ പദ്ധതികളും നിയമങ്ങളിൽ വലിയ മാറ്റവും നമ്മൾ കൊണ്ടുവന്നു. കായിക നയം തന്നെ പുതുതായി ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ കൊണ്ടുവന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നടത്തി. പഞ്ചായത്ത് തലത്തിൽ പോലും സ്പോർട്സ് കൗൺസിൽ രൂപീകരിച്ചു. എല്ലാ പഞ്ചായത്തിലും കളിക്കളം നിർമ്മിക്കുന്ന പരിപാടികളിൽ ഏകദേശം 166 കളിക്കളങ്ങൾ പൂർത്തിയായി. 300ഓളം ചെറുതും വലുതുമായുള്ള സ്റ്റേഡിയങ്ങൾ കേരളത്തിൽ നിർമ്മിച്ചു. 100 കളിക്കളങ്ങൾ സ്കൂളുകളിൽ മാത്രം നിർമ്മിച്ചു. അങ്ങനെ ഏകദേശം 3750 കോടി രൂപയുടെ പ്രവർത്തികൾ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഏകദേശം 1000-ലധികം കോടി ഇങ്ങനെയുള്ള ബാക്കിയുള്ള ഇതിൻ്റെ പഠനം, പാഠപുസ്തകം അങ്ങനെ തുടങ്ങിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയ വിഭാഗം യുവജനങ്ങൾ അങ്ങേക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അല്ലേ? നമുക്ക് യുവജനങ്ങൾക്ക് അവർ ജീവിക്കുന്ന നാടിന് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർക്ക് പേഴ്സണലായിട്ടുള്ള ഒരു കാര്യങ്ങളല്ല, ഈ നാടിൻ്റെ വികസനം അവർ ആഗ്രഹിക്കുന്നു. ഈ നാട്ടിൽ അവരെപ്പോലുള്ള ആളുകൾക്ക് പഠിച്ചു വന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഈ മുന്നണി ഗവൺമെൻറ് നൽകുന്നത്. ഇവിടെ തന്നെ ജോലി, ഈ നാട്ടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം. നമുക്ക് ഇതെല്ലാം തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്ന തിരൂർ. ഇതിൽ ചെറിയ കുട്ടികൾ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലമാണ്. എന്തൊരു അപകടമാണ് പതിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഇതൊക്കെ തന്നെയാണ് തിരൂരിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എതിർ സ്ഥാനാർത്ഥികൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് ഈ ഇലക്ഷനിൽ അങ്ങ് താനൂരിൽ നിന്ന് തിരൂരിലേക്ക് വരുന്നത് പരാജയ ഭീതി ഭയന്നാണ് എന്നാണ്. അതിനൊരു മറുപടി എന്താണ് കൊടുക്കാനുള്ളത്? തിരൂരിൽ ഇന്നേ വരെ LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി ഒറ്റ തവണയാണ് ജയിച്ചിട്ടുള്ളത്. പിന്നെ പരാജയഭീതി എന്ന് അവിടെ പറയേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ആളുകൾ 2 തവണ അവിടെ പരാജയപ്പെടുത്തിയാണ് അവിടെ MLAയും മന്ത്രിയുമായത്. അവിടെ ആ നാട്ടിൽ എനിക്ക് കിട്ടിയുള്ള നിവേദനങ്ങൾ 95% കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ ഭരിച്ച് കുളമാക്കിയ, മുമ്പ് താനൂർ കുളമാക്കിയ പോലെ തന്നെ ഈ നാടും കുളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ നാടും നന്നാവണം, അതിലപ്പുറം ഒന്നുമില്ല. പിന്നെ ഓടിയവരെ കൂട്ടത്തിൽ PK കുഞ്ഞാലിക്കുട്ടിയുണ്ട്, KM ഷാജി ഉണ്ട്. ഇവരാണ് ഇവിടുത്തെ ഇപ്പോൾ റിലേയിൽ ഓടിക്കൊണ്ടിരിക്കുന്നവർ. അവരെ ഓട്ടത്തോളം നമ്മൾ വരില്ല. നമ്മൾ സുരക്ഷിത മണ്ഡലം തേടിയൊന്നും ഓടിയിട്ടില്ല, സ്വന്തം നാട്ടിലേക്കേ മാറിയുള്ളൂ. അതിവരിങ്ങനെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് നല്ലതാണ്, കാരണം ഒരു പബ്ലിസിറ്റി നമുക്കും കിട്ടുമല്ലോ. മറ്റൊരു ക്വസ്റ്റ്യൻ ഉള്ളത്, നിരവധി ചർച്ചകൾ നടത്തി ഒരുപാട് കഷ്ടപ്പെട്ട് സ്പോൺസർമാരെ കണ്ടെത്തി. അർജന്റീന വരാത്തതിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി. അത് ഏത് തരത്തിലാണ് വിഷമിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ വിവാദങ്ങൾക്ക് അടിത്തറയില്ല. ഈ പണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് 1 രൂപ പോലും ചിലവഴിക്കാതെ അവിടെ അർജന്റീന ടീമിന് വരാനുള്ള പണം സ്പോൺസർ മുഖാന്തരം കണ്ടെത്തി. ആ സ്പോൺസർ ആ പണം അവർക്ക് നൽകി. ആ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനാണ് ഒരു ചതി നടത്തിയിട്ടുള്ളത്. അതിൽ ഞാനാണ് ഏറ്റവും വലിയ നിരാശനായിട്ടുള്ളത്. മറ്റ് ഒന്നുമില്ല, പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാതെ ആ അസോസിയേഷൻ ചതിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിപ്പോൾ ബന്ധപ്പെട്ട സ്പോൺസർ, അതുമായി ബന്ധപ്പെട്ട കേസാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട്. അത് ഞാൻ പറയില്ല എന്ന് അവർക്കറിയാം. കോടതിയിൽ നടക്കുന്നൊരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിവരങ്ങൾ കൂടെ പുറത്ത് പറയാൻ പാടില്ല. അതാണ് ഇവരിത്ര നല്ല രീതിയിൽ ഇതിനെ എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പം തിരൂരിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നത് ഇടതുപക്ഷ സർക്കാരാണെന്നാണ് നിലവിലെ MLA ആയിരുന്ന കുറുക്കോളി മൊയ്തീൻ ആരോപിച്ചിരുന്നത്. അപ്പം അത്തരത്തിലൊരു തടസ്സം ഉണ്ടായതുകൊണ്ട് മാത്രമാണോ ഇവിടെ ഫണ്ട് അനുവദിക്കാത്ത? അങ്ങയുടെ ശ്രദ്ധയിൽ എന്തെങ്കിലും പെട്ടിട്ടുണ്ടോ?
നമുക്ക് കേരളത്തിൽ ഫണ്ട് അനുവദിച്ചതിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ചൊരു ജില്ലയാണ് മലപ്പുറം. ഇവിടെ കുറുക്കോളി മൊയ്തീൻ മാത്രമല്ല MLA. ഇവിടെ വള്ളിക്കുന്ന് MLA ഉണ്ട്, കൊണ്ടോട്ടിയുണ്ട്, മലപ്പുറമുണ്ട്, മഞ്ചേരിയുണ്ട്, കോട്ടക്കലുണ്ട്. 14 മണ്ഡലങ്ങളിൽ ലീഗിൻ്റെ MLA-മാരുണ്ട്. അവരൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ 13 ആളും പറഞ്ഞിട്ടില്ല. ഇതിൽ ഇപ്പോൾ കോട്ടക്കൽ MLA തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വോട്ട് അഭ്യർത്ഥനയിൽ പറഞ്ഞിട്ടുള്ളത് 2000 കോടിയാണ്. ഇപ്പോൾ വള്ളിക്കുന്ന് MLA പറയുന്നു 2400 കോടി. വള്ളിക്കുന്ന് MLA പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് മലപ്പുറം MLA പറഞ്ഞു ചോദിച്ച പണം കിട്ടി. അല്ലെങ്കിൽ അങ്ങനെ മഞ്ചേരി പറയുന്നു, പെരിന്തൽമണ്ണ പറയുന്നു. ഇവരൊക്കെ തന്നെ പണം കിട്ടിയ കണക്ക് മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്ക് അത് വാങ്ങിയെടുക്കാൻ കഴിവില്ലെങ്കിൽ അത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ വികസന പ്രക്രിയ, കേരള മോഡലിന് എല്ലാവർക്കും ഒരേപോലെ പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ താനൂരും അല്ലെങ്കിൽ തിരൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ഈ പറഞ്ഞ MLA ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ നിങ്ങളിതിൽ ഇടപെടാത്തതുകൊണ്ട് നേരിട്ട് പാർട്ടി എന്നെയും നിയോഗിച്ചാണ് താഴേപ്പാലം ബൈപ്പാസ് അപ്രോച്ച് റോഡ്, സിറ്റി ജംഗ്ഷനിലെ ഓവർബ്രിഡ്ജിൻ്റെ അപ്രോച്ച്, വിഷുപ്പാടത്തുള്ള ഇപ്പോൾ പുതിയ അപ്രോച്ച് നടത്തുന്നത്. അവിടെ എല്ലാം ആകാശത്ത് പാലം മാത്രമായിരുന്നു UDF-ൻ്റെ ഭരണകാലത്തുള്ളത്. തിരൂർ ഹൈസ്കൂൾ, പറവണ്ണ ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, നമ്മുടെ GMUP സ്കൂൾ തിരൂർ, അതായത് ചക്ക സ്കൂൾ നമ്മൾ വിളിക്കും, പറവണ്ണ, ഏഴൂർ, ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ നമ്മൾ നേരിട്ട് ഇടപെട്ടാണ് വാങ്ങിയത്. ഇവരതിനൊന്നും വന്നിട്ടില്ല. പിന്നെ ഹൈസ്കൂളിന് പുതിയ ഗ്രൗണ്ടിന് 1 കോടി, ഏഴൂർ ഹൈസ്കൂളിന് ഗ്രൗണ്ടിന് 1 കോടി. അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികൾ ഈ ഗവൺമെൻറ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത്. UDF-ൻ്റെ MLA ഒരു കുറേ വർഷമായല്ലോ ഇവിടെ. എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഈ ഒരു കാലഘട്ടം എന്നുള്ള ഈ 10 വർഷം ധാരാളം പണം കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ തങ്ങളുടെ കഴിവ് കേട് മറച്ചു വെക്കാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ്റിന് പഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ കളിക്കളത്തിന് തന്നെ എത്ര പണം കൊടുക്കാമെന്ന്, എല്ലാ പഞ്ചായത്തിലും കളിക്കളം കൊടുക്കാമെന്ന് കത്തെഴുതി ഇദ്ദേഹത്തിന് കൊടുത്തു. നേരിട്ട് പറഞ്ഞിട്ടും ചെയ്യും. ഒരു പഞ്ചായത്തിൽ അത് വാങ്ങിയെടുക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് സ്ഥിതി. ഈ മലപ്പുറം ജില്ലയിലെ മന്ത്രിയായ ഞാൻ പറഞ്ഞിട്ട് കൂടി ആ പണം സ്വീകരിക്കാൻ ഈ MLA തയ്യാറായിട്ടില്ല. പിന്നെ ഇതിനൊക്കെ മറുപടി പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റേഡിയം 10 കോടി രൂപ അനുവദിച്ചു. അവിടെ നമ്മൾ പറഞ്ഞെന്താ, ഇപ്പോൾ നിങ്ങളുടെ പഴയ MLA അവിടെ പണം ചെലവഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഫ്ലഡ് പോലും എത്രയോ വർഷമായി കത്തുന്നില്ല, മെയിൻ്റനൻസ് നടക്കുന്നില്ല. അത് മെയിൻ്റനൻസും കാര്യങ്ങളും നടത്താനുള്ള കരാറിൽ ഒപ്പിടണം. അത് ഭൂമി ആ അസറ്റും മുനിസിപ്പാലിറ്റിയുടെ പേരിൽ ആവും. മെയിൻ്റനൻസിന് പണം കണ്ടെത്തിയാൽ എല്ലാവർക്കും സൗജന്യമായി അവിടെ കളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായില്ല. പിന്നെ ഇലക്ഷൻ വരുമ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികേട് വിളിച്ച് പറയുന്നത് മറുപടി പറയുക എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊന്നും യോജിച്ച കാര്യമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതേപ്പറ്റി പറയാത്തത്. അവസാനമായൊരു കാര്യം കൂടി, തിരൂരിൻ്റെ ഒരു സിഗ്നേച്ചർ 2 സ്ഥാപനങ്ങളാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം സർവകലാശാലയും നമ്മുടെ തുഞ്ചൻ പറമ്പും. അപ്പോൾ ഇത് രണ്ടും ഒരു വിഭാഗം ആളുകൾ കൈയടക്കി വെച്ച് വികസനങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. തുഞ്ചൻ പറമ്പ് ലോകത്തിന് മുന്നിൽ അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട MT പ്രിയപ്പെട്ട വാസുവേട്ടൻ്റെ കാലഘട്ടത്തിലാണ്. അത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് വാസുവേട്ടനെ ചെയർമാനായി ആ തുഞ്ചൻ സമിതി ഏൽപ്പിച്ച്. ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ തന്നെ അറിയപ്പെടുന്ന മലയാള ഭാഷ പിതാവിൻ്റെ ആ സ്മാരകം അറിയുന്നുണ്ട്. ഇത് മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ഇവരതിൽ ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ വാഗൺ ട്രാജഡിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരു മ്യൂസിയം ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇതെല്ലാം തന്നെ നമ്മൾ നടത്തും. വാഗൺ ട്രാജഡി മ്യൂസിയം അടക്കമുള്ള കാര്യങ്ങൾ തിരൂരിൽ നമ്മൾ പണിയും. ഇനിയും തുഞ്ചൻപറമ്പിൻ്റെ വികസനം ഇപ്പോൾ തന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇപ്പോൾ 2 കോടിയിലധികം ഇപ്പോൾ കൊടുത്തു. അതാണ് അവിടുത്തെ കോൺഫറൻസ് ഹാളൊക്കെ ഇപ്പോൾ നവീകരിച്ചു, അവിടെ AC ഒക്കെ ആക്കിയത്. ഈ കാര്യങ്ങളിൽ വെറുതെ ദുഃഖിക്കേണ്ടി വരുന്നു. അത് കൃത്യമായി തന്നെ സാംസ്കാരിക കേരളത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയുള്ള ഒരു ഗവൺമെൻറ്റാണിത്. അപ്പോൾ അതൊന്നും പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ തെറ്റായ പ്രചരണങ്ങൾ ഇല്ലാതിരിക്കുക. നിങ്ങൾക്ക് അവിടെ കയറി ഇത് അലമ്പാക്കാൻ ഞങ്ങൾ ഏതായാലും സമ്മതിക്കില്ല. അത് മനസ്സിലാക്കിയാൽ മതി.
തിരൂരിലേക്ക് വന്ന് മത്സരിക്കുന്നത് പരാജയഭീതി കൊണ്ടല്ല, മറിച്ച് തന്റെ സ്വന്തം നാടായതുകൊണ്ടാണെന്നാണ് വി അബ്ദുറഹ്മാൻ പറയുന്നത്. കഴിഞ്ഞ 10 വർഷം താനൂരിൽ നടപ്പിലാക്കിയ അതേ വികസനം കുറുക്കോളി മൊയ്തീൻ നടപ്പിലാക്കാത്ത വികസനങ്ങളും ഇവിടെ നടപ്പാക്കുമെന്നാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.